ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഓസ്കാർ പേടിച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? അയ്യോ, തൊട്ടപ്പുറത്താണ്ട് പുലിവാക വന്നിട്ടുണ്ട്. അയ്യോ, ഫീമെയിൽ പുലിവാക എന്തോ വലുപ്പമാണെന്നറിയാമോ ഗൈസ്? വീഡിയോ കാണുന്ന പോലല്ല, നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കൈയുടെ ഏകദേശം അത്രയും തന്നെ ഉണ്ട് ഗൈസ് നീളം. വണ്ണം കുറവാണ്, എന്നാലും വണ്ണം അത്യാവശ്യമുണ്ട്. വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഗൈസ്. ഇത് ഫീമെയിലാണ് ഗൈസ് ഈ പുലിവാക. ഇപ്പോൾ കറക്റ്റ് പെയർ മെയ്റ്റ് ചെയ്യാൻ പരുവത്തിന് നിൽക്കുവാണ് ഗൈസ്. 5 വർഷം ആയിട്ടുണ്ട് ഗൈസ്. 5 വർഷമായിട്ടുണ്ട് സാധനം. അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ബ്രീഡിങ്ങിന് ഇത് പെയറിനെ കണ്ടുപിടിക്കുന്ന സമയം. ഈ സമയമാണ് ഗൈസ്. മെയിലുണ്ടായിരുന്ന ഇത് ബ്രീഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. മെയിൽ ഇതിൻ്റെ ചത്തുപോയി ഗൈസ്, അല്ലായിരുന്ന സെറ്റാക്കായിരുന്നു. ഫീമെയിലിന് ഇങ്ങനെ ഏകദേശം ഈ കളറൊക്കെ വരത്തുള്ളൂ. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ കറുപ്പൊക്കെ കൂടി വരും. നീല ഒത്തിരി നീല വരത്തില്ല, എന്നാലും ചെറിയ രീതിയിൽ നീല വരും. മെയിലാണ് കൂടുതലും നീല വരും, നല്ല ഭംഗിയുള്ളത്. ഫീമെയിലിന് അത്രയും ഭംഗി വരത്തില്ല. ഫീമെയിൽ അത്യാവശ്യം ഏകദേശം ഈ ഡിസൈൻ തന്നെ കൂടി വരും കുറച്ചുകൂടെ. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഡിസൈൻ കാണണ്ട. ഇപ്പോൾ ഇതിന് ഭയങ്കര കാഴ്ചശക്തിയാണ് ഗൈസ്. ഇതിൻ്റെ പല്ല് കണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഏകദേശം വലുപ്പമായിട്ടുണ്ട് പല്ലൊക്കെ. ഈ കൂർത്ത പല്ല് ഇത് വെച്ചാണ് ഓരോന്നിനെ കടിച്ച് കീറി കൊല്ലുന്നത്. അത്യാവശ്യം വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ബാക്കിയുള്ള മീനേക്കാളിലും നല്ലതായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിന് പേടി കാണിക്കുന്നത്. അതിപ്പോൾ പേടിയാണ് അതിനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ കണ്ടിട്ട് വെളിയിൽ പെട്ടെന്ന് അതിനെ വെളിയിലിട്ട് ശീലിപ്പിച്ചാണ് ഗൈസ് ഞാൻ. സൂര്യപ്രകാശവും ഇത്ര ഹെൽത്തി ആയെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുമണലൊക്കെ ഇട്ട് ഞാൻ ആ ഒരു അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ടാണ് ഇത്രയും വലുതായി തന്നെ കിട്ടിയത്. ചില നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബർമാരുടെയൊക്കെ ചിലവരുടെ ഫ്രിഡ്ജ് ബോക്സിലിട്ടിട്ട് ഈ സാധനം ചത്തു പൊങ്ങി കിടക്കുന്നതൊക്കെ. അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനിഷ്ടപ്പെട്ട അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഇതിൽ വളർത്തിയെടുത്താലേ ഇത് നിലനിൽക്കത്തുള്ളൂ ഗൈസ്. ഈ പുലിവാക എത്ര ഹാർഡായിട്ടുള്ള ഫിഷാണെങ്കിലും അതിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം കുളം. അങ്ങനെ ആകുമ്പോൾ അതിനെ ആരോഗ്യത്തോടെ ഇതുപോലെ വളർത്തി വലുതാക്കാൻ പറ്റും ഗൈസ്. ഇതിപ്പോൾ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഈ സമയത്താണ് പെയറിനെ കണ്ടുപിടിക്കുന്നത്. ആറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെയർ തിരിഞ്ഞ് ഓരോ മൂലയ്ക്ക് പോയി ഇങ്ങനെ ഈ സമയത്ത് സെറ്റാവും. ഇപ്പോൾ പെയറില്ലാത്ത ഇതിന് മെയിലുണ്ടായിരുന്നപ്പോൾ ഭയങ്കര ധൈര്യമാണ് ഗൈസ്. പക്ഷേ ഇപ്പോൾ പെയർ മെയിൽ ചെയ്യാത്ത പിന്നെ ഇതിപ്പോൾ പേടിച്ച് നടക്കുവാണ് ഗൈസ്. എന്നാലും ഭയങ്കര ഇടി വെട്ടുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് ഗൈസ്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനൊരു കൂട്ടമായിട്ട് ജീവിക്കുന്ന മീനാണ് ഗൈസ്. പെയർ ആകുമ്പോൾ മാത്രമാണ് ഇത് സെപ്പറേറ്റ് മാറിപ്പോകുന്നത്. അതുവരെ ഇത് കൂട്ടത്തോടെ നടക്കുന്ന മീനാണ് ഗൈസ്. പിന്നെ ഭയങ്കര നല്ല ബാക്കിയുള്ള മീനേക്കാളും ഭയങ്കര ആയുസ് കൂടുതലുള്ള മീനാണ് ഗൈസ്. അത് ഇതിനും ഇരട്ടി വലുപ്പം പോകും. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലുതായി വരുന്നത് ചുരുക്കം. വലുതാകുമ്പോൾ അതിനെ വെട്ടി കറി വെക്കുകയോ മീനെ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിടിക്കാതെ സർവൈവ് ആയി പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് സൈസ്. അതിനൊക്കെ ചിലവ് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ചങ്ങ് വിടും. ഇത് പിന്നെ ഇതിൻ്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതിന്. എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ അലങ്കാര മത്സ്യത്തിന് വളർത്താൻ ആൾക്കാരൊക്കെ വളർത്തുന്നതായിക്കൊണ്ട് ഇപ്പോൾ അത്യാവശ്യമുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റിലേക്ക് ആൾക്കാരെല്ലാം പിടിച്ച് വറുത്ത് തിന്നുവൊക്കെയാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ്. സ്നേക്ക് ഹെഡിൽ ഏറ്റവും രുചിയുള്ളത് ഇതിനാണ് ഗൈസ്. വരാലിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. ഞാൻ പക്ഷേ കഴിച്ചിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ പേടിയാണ് ഗൈസ് എന്ത് ചെയ്തിങ്ങനെ ഇത് അല്ലേ. ഇതിനകത്ത് അക്യുറത്ത് വളർത്തി ശീലിപ്പിച്ച് കഴിഞ്ഞായിരുന്നാൽ ഇപ്പോൾ ഓസ്കാറിനെ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ അന്നേരം തിന്നേനെ. ഇതിപ്പോൾ തിന്നാത്തതെന്ന് പറഞ്ഞാൽ അതിന് പേടിയുണ്ട്. ഇത് സ്ഥലം കണ്ടിട്ടൊരു അതിനങ്ങോട്ട് പേടി കൂടുതൽ കാരണമായതുകൊണ്ട്. അല്ലായിരുന്ന എപ്പോഴേ ഓസ്കാറിനെ തിന്നേനെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പുലുവായ മാറ്റിക്കളഞ്ഞു ഞാൻ പെട്ടെന്ന്. നല്ല സൈസുണ്ട് ഉണ്ട്. കൈ വെച്ച് ഞാൻ നോക്കി, ഏകദേശം കൈയുടെ ഏകദേശം വലുപ്പമുണ്ട്. കംപ്ലീറ്റ് ഇല്ലെങ്കിലും പകുതിയോളം ഉണ്ട്. നീളമാണ് കൂടുതലും, വണ്ണമായി വരുന്നുണ്ട്. നല്ല പ്രായമായിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മെയിൽ എങ്ങനെ ചത്തുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ മെയിൽ ചാടിയപ്പോൾ അതിൻ്റെ കണ്ണിങ്ങനെ ഇടിച്ചു, ഷെയ്ക്കായപ്പോൾ അങ്ങനെ ഇടിച്ചപ്പോൾ അത് പഴുപ്പ് കയറിയപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ പിടിച്ചു. അത് സ്പ്രെഡാകാൻ തുടങ്ങി. അങ്ങനെ ഈ ഓസ്കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം സാധനം തന്നെയായിരുന്നു. ഇത് പിന്നെ കടിച്ച് മുറിവിൽ കൂടെയാണ് പറ്റിയത്. അത് നേരെ ഇടിച്ചാണ്.
ഡാമേജ് അങ്ങനെ കണ്ണിൻ്റെ അത് വഴി പിടിച്ച് കംപ്ലീറ്റ് അങ്ങ് വ്യാപിച്ച് അങ്ങനെ ഇപ്പോൾ ചത്തുപോയി. അത് പോയാൽ പിന്നെ ഇതിൻ്റെ ധൈര്യം ഇല്ല. നേരത്തെ അതുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ മുകളിൽ പൊങ്ങി വരുമായിരുന്നു, മറ്റേതും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിനകത്തുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. അത് നല്ല വൈറലായ വീഡിയോ, റീച്ച് കിട്ടിയ വീഡിയോ ആണ് ഗൈസ്. ഇതിപ്പോൾ ഇതിൻ്റെ മെയിലിനെയൊക്കെ ഇപ്പോൾ കടയിൽ ചെന്ന് ചോദിക്കുവാണെങ്കിൽ കൊടുക്കത്ത റേറ്റ് പറയും. മെയിലാണ് കൂടുതലും ഭംഗി, കറക്റ്റ് നീല കളർ വരും. മയിൽവാക എന്നൊക്കെ പറഞ്ഞ് പേര് കേട്ടിട്ടില്ല ഗൈസ്, അതാണ് മെയിൽ. കണ്ടു കഴിയുമ്പോൾ നല്ല അട്രാക്ഷനാണ് ഫീമെയിലിനേക്കാളും. ഫീമെയിലാണ് കൂടുതലും പുലിവാക എല്ലായിടത്തും എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്നത്. മെയിലൊക്കെ ചിലവരുടെ കയ്യിൽ റെയറായിട്ടുള്ളവരുണ്ട്, ഉള്ളവരാരും കൊടുക്കത്തുമില്ല. അത്രയും ഭംഗിയുള്ളത് കൊണ്ട് ആരും കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫിൻസ്. നല്ല ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നല്ല സ്പീഡിൽ തന്നെ പോകുന്നത്. അതിൻ്റെ പവറാണ് ഗൈസ്. തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അന്നത്തെ ഇതിന് ചിലപ്പോൾ കടിക്കാനും ചാൻസ് ഉണ്ട് ഗൈസ്. ഇതുവരെ എനിക്ക് കടി കിട്ടിയിട്ടില്ല. അതാണ് അതുകൊണ്ട് അത്യാവശ്യം വലുപ്പം, നല്ല വലുപ്പമുണ്ട്. നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. അയ്യോ, പണ്ട് ഞാൻ വളർത്തിയ അതിൻ്റെ ആ ഓരോ വർഷങ്ങൾ എടുക്കും ഈ സാധനം വലുതായി വരണമെങ്കിൽ തന്നെ. അതുകൊണ്ടിപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങോട്ട് നോക്കുന്ന കാണണം. ഇതിൻ്റെ കൊടുക്കേണ്ട തീറ്റ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് പാറ്റയെ കൊടുക്കാം. പാറ്റ ഏറ്റവും നല്ല സാധനമാണ്. പാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കിന് നമ്മൾ ഫുഡൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത്രയും ഹൈ പ്രോട്ടീനാണ് പാറ്റയ്ക്കകത്തുള്ളത്. അങ്ങനൊരു സാധനം. ഈ സ്നേക്ക് ഹെഡ് ഫിഷിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഏറ്റവും നമുക്ക് വളർത്താനും എളുപ്പം അതാണ്. പാറ്റയാകുമ്പോൾ രാത്രിയിൽ എന്തെങ്കിലും പിടിച്ചോ മയക്കിയോ എന്തെങ്കിലും ഹിറ്റടിച്ചാണെങ്കിലും അതിനെ അങ്ങ് ബോധം കെടുത്തിട്ട് അങ്ങ് പിടിച്ച് ശേഖരിക്കാൻ പറ്റും. എന്നിട്ട് കഴുകിയിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റും. പാറ്റയെന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീനാണ്. ഒരാഴ്ച നമുക്ക് പുലിവായ്ക്ക് തീറ്റ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനതാണ് എളുപ്പത്തിൽ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് കീപ്പിങ് ചെയ്യാൻ പറ്റും. ഓവറായിട്ട് ബൾക്കി ആകത്തുമില്ല. എന്നാൽ ഇടയ്ക്ക് ചിക്കനും കൊടുക്കും. ഒരു ഫുഡും കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ പാറ്റയെ കൊടുക്കുന്നത്. അല്ലാത്ത സമയം ചിക്കൻ കൊടുക്കും, ബീഫ് കൊടുക്കും, അങ്ങനെയുള്ള ഹെവി ഫുഡ് കൊടുക്കും. പിന്നെ വെട്ടിൽ, പിന്നെ ഇടയ്ക്ക് മീനുകളെയൊക്കെ തിന്നായിട്ട് കൊടുക്കും. വാങ്ങിക്കുന്ന മീനുകളെ ദയവ് ചെയ്ത് നിങ്ങളിട്ട് കൊടുക്കില്ല. അതിനകത്ത് അമോണിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം ചത്തുപോകും പുലിവാക. പിന്നെ അങ്ങനെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹൈഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സൗണ്ടോ എന്തെങ്കിലും അപകടമോ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് സാധനം ചാടും. ഹൈഡ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടില്ല. അത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയും ഓരോ സ്ഥലങ്ങൾ ഇടിച്ച് കഴിഞ്ഞ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പണി പാളും. ഇതിപ്പോൾ ഇതുവരെയായിട്ട് ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര സർവൈവ് ആയി പോകുന്നത്. മാക്സിമം എനിക്ക് വലുതാക്കി എടുക്കണം. ഇതിനെ എത്രയും വലുതാകുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിന് വേണ്ടി നിർത്തിയേക്കുവാണ് ഗൈസ്. അല്ലായിരുന്നു ഞാൻ എപ്പോഴേ കടയിൽ കൊണ്ട് കൊടുത്തേന്. അയ്യോ, ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും വലുതായ ഒരു പുലിവാക വളർത്തുന്ന ഗൈസ്. ഓസ്കാറൊക്കെ പേടിച്ച് നിൽക്കുന്നു. അയ്യോ, ഏതായോ വന്നിനകത്തിരിക്കുന്നു. ഈ ഓസ്കാറിന് ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള ഓസ്കാറിനാണ് എല്ലാം കുഴപ്പം. പുലിവാക അവിടെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് മനസ്സിലായി ഇതിനങ്ങോട്ട് കിടന്ന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ പുലിവാക, സ്നേക്ക് ഹെഡ് ഇങ്ങനെയുള്ള കാറ്റഗറിയുള്ള മീനെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ ഇവരാണെങ്കിൽ ചേറിളക്കും. തറയിലെ ചേറിളക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത വിധമാക്കിയിട്ടാണ് രക്ഷപ്പെടുന്ന രീതി ഇതിന്. ഇപ്പോൾ അടിയിൽ ചേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ എന്നിട്ട് ഇളക്കുന്നുണ്ട് അഴുക്ക് കുറേ. എന്നിട്ട് ഇതാണ് ഈ ഓസ്കാറൊക്കെ ചാറായി. ഇതിനെ ജൈൻറ്റ് ഇന്നലെ കടിച്ച് പറിച്ചു. ചകളയൊക്കെ കണ്ടോ വയസ്സ്. അത് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഓസ്കാറിനെ വളർത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കെയർ കൊടുത്ത് വളർത്തേണ്ട മീനാണ്. അല്ലേ പിന്നെ വേറെ ഓസ്കാറിനെ അങ്ങ് വാങ്ങിക്കണം, കുറേ എണ്ണം കൂടെ. ഇതിനൊരു കുഴപ്പമില്ല, ചെമ്മീൻ കൊടുത്താൽ മാത്രം മതി. ആ ഒരു ഓസ്കാർ മെയിൽ അത് രക്ഷപ്പെട്ടു. ബാക്കി രണ്ടും കണക്കാണ്. പുലിവാ ഭയങ്കര സ്പീഡാണ് ഗൈസ്, ഒടുക്കത്തെ സ്പീഡാണ് ഗൈസ്. അതുകൊണ്ടെല്ലാം ഇതിനിപ്പോൾ സ്വസ്ഥതയില്ല. ഇതിനത് എങ്ങനെയും ചാടിയാൽ മതി എന്നുള്ള രീതി. ഇതിനെ വിടുമ്പോൾ നല്ല മൂടിയും വേണം, നല്ല ഏരിയ വേണം ഓടി നടക്കാനൊക്കെ. ഇപ്പോൾ എൻ്റെ ടാങ്ക് ഇപ്പോൾ വെളിയിലത്തെ ഇപ്പോൾ പറ്റുന്നില്ല ഇതിന് ഓടി നടക്കാൻ പഴയതുപോലെ.
നേരത്തെ ഇതിപ്പോൾ സ്പീഡിൽ എന്തെങ്കിലും അങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് ഇടിക്കും എൻ്റെ ഫേസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലുതായി കഴിയുമ്പോൾ. ഇതിന് നല്ല കുളത്തിൽ വീതി കൂട്ടിയില്ലെങ്കിൽ അങ്ങനെയും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് കണ്ണ് കണ്ടു ഗൈസ്, ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് നമ്മളെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.